സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഒഴിച്ചുകറി റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. കോവയ്ക്ക മോരുകറി. അപ്പം സാധാരണ നമ്മൾ കോവയ്ക്ക തോരനും അതുപോലെ തന്നെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിൻ്റെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. ചില ആൾക്കാർ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അത്രയും നല്ലതാണ് ഈ ശരിക്കും ഷുഗർ പേഷ്യൻസിനൊക്കെ. അപ്പോൾ ഇത് നമ്മൾ മോരൊഴിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മോരും പിന്നെ എന്താ പറയുക, ആ ഒരു കോവയ്ക്കയുടെ ആ ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ മോര് കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഈ ഒരു കപ്പിൽ കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കോവയ്ക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ വലുപ്പം വരുന്നൊരു 15-16 കോവയ്ക്ക ഉണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 കപ്പ് തൈരാണ്. ഇതിപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് 1/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, കടുക് വേണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടി ഉണ്ട്, ഒരു മണത്തിനൊക്കെ വേണ്ടിയാണിത്. കറിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് വേണ്ടി ആദ്യം നമ്മൾ കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ കോവയ്ക്കയുടെ 2 സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാദ്യം ഇങ്ങനെ ഒന്ന് കീറും, എന്നിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊരു പകുതി ആക്കിയാൽ മതി. ഇങ്ങനെ പകുതി ആക്കി കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിനാണ് ഇതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ കോവയ്ക്ക നല്ല ഇങ്ങനെ പച്ചയായിട്ടുള്ള ചിലത് കാണാം, ഇവിടെ ഇങ്ങനെ റെഡ് കളറായിട്ടുള്ള. അപ്പം അത് ഒന്ന് നോക്കണം. നല്ല പച്ച കളറിലുള്ളത് തന്നെയാണ് നല്ലത്. അങ്ങനെ 4 കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ മുറിച്ച് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സാധാരണ ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ പാത്രത്തിൽ എന്തെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് അവസാനം ചേർത്താൽ മതി. ഒരിക്കലും കൂടാതെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാനിപ്പം ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ മുളക് ചേർത്തിട്ടാണ് അരപ്പ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് മാത്രം ഇട്ടത്. അപ്പം മുളക് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കാം. അതൊക്കെ നമ്മൾ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ചൊന്നും തിളച്ച് വരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഇത്തിരി വെള്ളം മാത്രം. അപ്പോൾ ഇതിനി സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ കോവയ്ക്ക വേവാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ജീരകമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യാറ് തൈര് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ തൈര് തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. എന്തായാലും അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് വരണം. ഞാനിപ്പോൾ ഇതിലോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതാണ്ടൊരു പകുതിയോളം തൈര് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഒരുപാട് ഉടയണ്ട, കാരണം കോവയ്ക്കൊക്കെ നമ്മൾ സാധാരണ പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇത് വെന്തു. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പ് തേങ്ങയും അതുപോലെ തന്നെ ജീരകം പച്ചമുളകെല്ലാം ചേർത്തിട്ട്. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. ഒരുപാടൊന്നും തിളക്കണ്ട, ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി നമുക്ക്. സ്റ്റൗവ് ഓൺ ചെയ്യാണ്. അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ ഏകദേശം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളക്കണ്ട. തൈര് നമ്മൾ ചേർത്തിട്ടില്ല, തൈരും അതുപോലെ തേങ്ങ ഉള്ളതുകൊണ്ട് ഒരുപാട് തിളക്കണ്ട. ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി കുറച്ചൊരു തൈരുണ്ടായിരുന്നു, അപ്പോൾ ആ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായിട്ട് വരണം. അതിന് മുമ്പ് നമ്മളൊരു കുറച്ചൊരു പിഞ്ച് കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊരു മണത്തിന് വേണ്ടി മാത്രമാണ്. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉലുവയാണ്. ഉലുവ അധികം ആവരുത്, കാരണം ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പം കുറച്ചൊരു ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയ്ക്ക് പകരം ഉലുവ പൊടിച്ചതും വേണമെങ്കിൽ ചേർക്കാം. ഉലുവ മൂത്ത് വരുമ്പം കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കടുകും അതുപോലെ ഉലുവയും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ചേർക്കാം. ഇവിടെ ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് വേറെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കോവയ്ക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മോര് കറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ സാധാരണ നമുക്ക് കോവയ്ക്ക എനിക്ക് തോന്നുന്നു നമ്മൾ തോരനൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ പറയുന്നത് കേൾക്കാം കോവയ്ക്ക തോരൻ ഇഷ്ടമല്ല അങ്ങനെ. അപ്പോൾ ഈ മോരുകറിയായി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് ആണ്. നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് ചോറിനൊക്കെ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.